ഓവർ ടൈം കണ്ടിജൻസി. ലൂമൻ ഇൻഡസ്ട്രീസിലെ ജോലിക്കാരുടെ ഇന്നീ വെർഷനെ പുറം ലോകത്തിൽ ഉണർത്താനുള്ള ഒരു എമർജൻസി ഓപ്ഷൻ. മാക്രോ ഡിപ്പാർട്ട്മെന്റ് സംഘം ഒരു വൻ പദ്ധതിയിട്ട് ഒടുവിൽ ഈ പ്ലാൻ വിജയിക്കുന്നത് വഴി മാർക്ക് തന്റെ ഭാര്യ മരിച്ചിട്ടില്ലെന്നുള്ള തിരിച്ചറിവിലും ഹെല്ലി ജോലി സ്ഥലത്ത് നടക്കുന്ന അനീതിപരമായ പ്രവൃത്തികളെക്കുറിച്ച് വിളിച്ചു പറയുന്നതിലും ഇർവിംഗ് താൻ സ്നേഹിച്ച ബാർട്ട് മറ്റൊരാളുമൊത്ത് തങ്ങുന്നത് കണ്ട് വികാരാധീനനായി കഥയിൽ മുട്ടുന്നതും മിൽച്ചിക് കൺട്രോൾ റൂമിലെത്തി ഡിലാനെ പിടിച്ചു മാറ്റി ഓവർ ടൈം ഓപ്ഷൻ നിർത്തലാക്കുന്ന ആ ഒരു മൊമെന്റിലായിരുന്നു സീസൺ 1 അവസാനിച്ചത്. ഇതോടെ വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്ന ഇന്നി മാർക്ക് ഉണരുന്നത് ലൂമൻ ഇൻഡസ്ട്രീസിലെ ലിഫ്റ്റിൽ. മാർക്ക് ലിഫ്റ്റിൽ നിന്നും വെപ്രാളത്തിൽ ചുറ്റും നോക്കി പരതി നേരെ തന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെ അയാളെ കാത്തിരിക്കുന്നത് ഒരു പുതിയ സംഘം. അവരെ കണ്ടങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ബലൂണുകളുമായി എത്തുകയാണ് മിൽച്ചിക്, തിരിച്ചുവരവിൽ സ്വാഗതം അറിയിച്ചുകൊണ്ട്. മിൽച്ചിക്കിന്റെ പുറകെ പോകുന്ന വഴി മാർക്ക് മനസ്സിലാക്കുന്ന ഒരു ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ആ സ്വിച്ചിങ് സംഭവം നടന്നിട്ട് 5 മാസം കഴിഞ്ഞിരിക്കുന്നു. അന്ന് അങ്ങനെ നടന്നതിൽ ലൂമൻ ഇൻഡസ്ട്രീസിന് കുറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് പുതുതായി ജോയിൻ ചെയ്തിട്ടുള്ള കൺട്രോളർ മിസ് ഹ്വാങ്ങിനെ പരിചയപ്പെടുത്തി നേരെ ഓഫീസിലേക്ക് കയറുന്നു. മുൻപ് കൊബേൽ മാനേജറായിരുന്നു ഓഫീസിലേക്ക്. ജോലി നഷ്ടപ്പെട്ട കൊബേലിന് പിന്നീട് ജോലി തിരിച്ചു കിട്ടിയിട്ടില്ല. ആ സ്ഥാനത്തേക്ക് മിൽച്ചിക് എത്തിപ്പെട്ടു. മിൽച്ചിക് നിന്ന സ്ഥാനത്തേക്ക് പുതുമുഖം ഹ്വാങ്ങും. അങ്ങനെ തന്റെ പുതിയ പൊസിഷനിൽ ഇരിപ്പുള്ള മിൽച്ചിക് ഓഫീസിലേക്ക് മാർക്കിനെ വിളിച്ചു വരുത്തി കൊബേൽ ജോലി വിട്ടു പോയതായും ഇനി താനാണ് നിയന്ത്രിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്റെ യഥാർത്ഥ ടീം എവിടാണെന്ന് ചോദിക്കുകയാണ് മാർക്ക്. അന്നത്തെ ആ സംഭവത്തിലൂടെ ഹെല്ലിയും ഇർവിങ്ങും മാർക്കിന്റെ പോലെ തന്നെ പുറത്തുള്ള ആൾക്കാരുമായി കോണ്ടാക്ട്സ് നടത്തിയപ്പോൾ അന്ന് അതിന് വഴിയൊരുക്കിയ ഡിലാന്റെ ഔട്ടി വെർഷനും നടന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് മനസ്സിലാക്കി. അതോടെ ഈ 4 കൂട്ടരും ലൂമനിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ ലോകവ്യാപകമായ പ്രശസ്തിയിലെത്തി. അതിലൂടെ ലൂമന്റെ നടത്തിപ്പിന്റെ പരിഷ്കരണത്തിനും ഈ 4 പേരും കാരണക്കാരായി. മിൽച്ചിക് ഇത്രയും പറഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പർ എടുത്ത് മാർക്കിനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ഈ 4 കൂട്ടരും ആഹ്ലാദിച്ചുകൊണ്ട് ഒരു ചടങ്ങിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു ഫോട്ടോയും ലൂമനിലെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്നതിനെ കുറിച്ചുള്ള ഒരു വിശദ വാർത്തയും. എന്നാൽ അതിൽ ചില വാചകങ്ങൾ വായിക്കാതിരിക്കാൻ കറുപ്പിച്ചു വെച്ചിട്ടതായും കാണാം. മാർക്കിനൊപ്പം കൊബേൽ പുറം ലോകത്തിൽ ചുറ്റിയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും അതൊരു പക്ഷേ തമ്മിൽ സ്നേഹബന്ധം സ്ഥാപിക്കാനായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് മിൽച്ചിക് കാര്യങ്ങൾ വളച്ചൊടിച്ചു കൊണ്ടുവരുമ്പോഴും മാർക്കിന് അറിയേണ്ടത് തന്റെ ടീമിന് എന്ത് പറ്റിയെന്നാണ്. അതിന് മറുപടിയായി ഒടുവിൽ മിൽച്ചിക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഈ 4 പേരെയും തിരികെ ജോലിക്ക് വിളിച്ചതാണ്. എന്നാൽ ആരും അതിന് തയ്യാറായില്ല. മാർക്ക് മാത്രമായിരുന്നു സമ്മതം പ്രകടിപ്പിച്ചതെന്നും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വായിൽ നിന്നും തന്നെ എനിക്കറിയണം എന്ന് മാർക്ക് പറയുന്നെങ്കിലും അതിന് സാധിക്കില്ല എന്ന് മിൽച്ചിക് അങ്ങനെ സ്റ്റഡിയായി നിൽക്കുന്നത് കണ്ട് മാർക്ക് തിരിച്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയാണ്. പുതിയ കൂട്ടർ മാർക്കിനോട് പുറം ലോകത്ത് വെച്ച് ഉണർന്നപ്പോഴുണ്ടായ കാഴ്ചകളും അനുഭവങ്ങളും ഈ ജോലിയെക്കുറിച്ചുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ആകെ ആദ്യ കയറിയിരിപ്പുള്ള മാർക്ക് മാക്സിമം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരോട് പെരുമാറുന്നു. അങ്ങനെയിരിക്കെ മിസ് ഹോങ് അവിടേക്ക് എത്തുകയാണ്, പുതിയ കൺട്രോളർ, മിൽച്ചിക്കിന്റെ റീപ്ലേസ്മെന്റ്. അവർ എത്തിയിരിക്കുന്നത് ഒരു ബോളുമായിട്ടാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബോൾ ഗെയിം നടത്താറുണ്ട്. പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ഗെയിം. അങ്ങനെ ആ 4 കൂട്ടരെയും ഹോങ് ഒരുമിച്ച് വിളിച്ചു വരുത്തി അവർ പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഹോങ് അവിടെ ജോലിക്കായി എത്തിയിട്ടുള്ള ആദ്യ ദിവസമാണ്. എന്നാൽ ഇത്ര ചെറുപ്പമായിരിക്കുന്ന എന്താണെന്ന് മറ്റുള്ളവർ സംശയിക്കുന്നതിന് മറുപടി ഞാൻ ജനിച്ചപ്പോഴേ അങ്ങനെ തന്നെയാണെന്ന്. എല്ലാ ഇന്ത്യൻ അങ്ങനെ തന്നെയാണല്ലോ. അടുത്ത ഊഴം മാർക്ക് ഡബ്ല്യുവിൻ്റേത്. അതെ, ഇപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിൽ 2 മാർക്കായിരിക്കുകയാണ്, മാർക്ക് ഡബ്ല്യു, മാർക്ക് എസ്. അങ്ങനെ നമ്മുടെ മാർക്കിന്റെ അവസരം വരുമ്പോൾ 1000 കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും നിങ്ങൾ 4 പേരെയും സുഹൃത്തുക്കളായി കിട്ടിയതിൽ സന്തോഷമെന്ന വാക്കുകളിൽ അത് ഒതുക്കുന്നു. ഉടൻ തന്നെ ഞാനൊരു സുഹൃത്തല്ല, സൂപ്പർവൈസർ ആണെന്ന് ഹോങ്ങും. അങ്ങനെ ആ ദിവസം പൂർത്തിയായിരിക്കുന്നു. ജോലി കഴിഞ്ഞ് നേരെ തിരിച്ചിറങ്ങുന്ന മാർക്കിന്റെ കൂടെ പുറത്തേക്കുള്ള കാഴ്ചകളിലേക്ക് പോകാതെ നമ്മൾ വീണ്ടും ഇന്നിയിലേക്ക് തന്നെ എത്തുകയാണ്. അടുത്ത ദിവസം അന്നത്തെ സംഘത്തിന്റെ സംശയങ്ങളും ചോദ്യങ്ങളും പെർപിറ്റ്യൂറ്റി വിങ്ങിനെ കുറിച്ചാണ്. മുൻപ് മാർക്കും കൂട്ടരും പോയതായി കണ്ട പഴയ സിഇഒമാരുടെ മെമ്മോറിയലും ഫൗണ്ടറുടെ വീടിന്റെ റീക്രിയേഷൻ ഏരിയയുമുള്ള വിഭാഗമാണ് പെർപിറ്റ്യൂറ്റി വിങ്. എന്നാൽ പുതിയ ആൾക്കാർ അതേക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് വഴി ഒരാൾ കണ്ടിട്ടുള്ളത് ഒരു അനിമാട്രോണിക്സ് പോലെ ചലിക്കുന്ന സിഇഒസിന്റെ രൂപങ്ങളെന്ന് പറയുമ്പോൾ മറ്റൊരുവരും കണ്ടിട്ടുള്ളത് സിഇഒസിന്റെ സ്ഥാനത്ത് കുറെ ചൂലുകൾ. ആ ദിവസം അങ്ങനെ പോകുമ്പോൾ മാർക്കാകട്ടെ ഒരു ചെറിയ കുറിപ്പെഴുതി മാർക്ക് ഡബ്ല്യുവിന്റെ പോക്കറ്റിൽ വെച്ചിട്ടാണ് പോകുന്നത്. അടുത്ത ദിവസം വീണ്ടും ജോലിയിലേക്ക് എത്തുന്ന മാർക്ക് കാണുന്നത് ആ കുറിപ്പുമായി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന മിൽച്ചിക്കിനെ. അയാൾ അതിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ട ഔട്ടി, നിങ്ങളത് കാണുമോ എന്ന് എനിക്കറിയില്ല. കാണുന്നെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യം, ലൂമനിലെ നിന്റെ ഇന്നി വെർഷനാണ് ഞാൻ. ഹീനമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊഴിഞ്ഞു മറിഞ്ഞ ചിന്തകളുള്ള കുറെ പ്രാകൃതരായ കൺട്രോളർമാരാണ് ഇവിടെ ഉള്ളത്. ഇനി നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിടുന്നെങ്കിൽ ഒരു ബോംബ് കൂടെ ഘടിപ്പിക്കുക. അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെയുള്ള കൺട്രോളറിനെയും ഇതിൻ്റെ എല്ലാം ആണിയായ ഫൗണ്ടർ കിയറിൻ്റെ ആത്മാവിനെയും പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലാനാകും. അത്രയ്ക്കുള്ള ദേഷ്യമുണ്ട് എന്ന് നിങ്ങളുടെ ഇന്നി മാർക്ക് ഡബ്ല്യു. അതായത് മാർക്ക് എസ് എഴുതിയ കുറിപ്പ് എന്തെന്നാൽ മാർക്ക് ഡബ്ല്യു അയാളുടെ ഔട്ടിക്ക് എഴുതിയ അനുഭവങ്ങളെന്ന പോലെ. എന്നാൽ ഇത് താൻ എഴുതിയല്ലെന്ന് മാർക്ക് നിഷേധിക്കുന്നെങ്കിലും അയാളുടെ കൈശ്വരം നോക്കി കണ്ടുപിടിക്കാൻ മിൽച്ചിക്കിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഒടുവിൽ ക്ഷമ നശിച്ച മാർക്ക് മിൽച്ചിക്കിനോട് തൻ്റെ പഴയ ടീമിനെയാണ് തനിക്ക് വേണ്ടതെന്നും ഇവിടെ ഉള്ളവരൊക്കെ ആരാണെന്ന് പോലും അറിയുകയില്ല എന്നൊക്കെ ദേഷിക്കുമ്പോൾ മിൽച്ചിക്ക് ഉടൻ തന്നെ മാർക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ലീഡർ സ്ഥാനം മാർക്ക് ഡബ്ല്യുവിന് കൊടുക്കുന്നു. ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അകത്തെ റൂമിലുള്ള ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ,
എന്ന് മാർക്ക് പറ്റിക്കാൻ പറഞ്ഞതിനെ തുടർന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുന്ന തക്കത്തിന് മാർക്ക് നേരെ മിൽക്ക്ഷേക്കിന്റെ ഓഫീസിലേക്ക് ഓടിക്കേറി അവിടെ മേലധികാരികളുമായി സംസാരിക്കുന്ന ഒരു സ്പീക്കർ എടുത്ത് കണക്ട് ചെയ്ത് താൻ മാർക്കാണെന്നും ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ തന്റെ ടീമിനെ തിരിച്ചു വേണമെന്നും നിങ്ങൾ യഥാർത്ഥത്തിൽ പരിഷ്കരിച്ച ലൂമൻ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവർക്കൊരു ചാൻസ് നൽകണമെന്നും പറയുന്നു. ഈ സമയം തന്നെ ഹ്വാങ് ഇതിനോടകം ഇക്കാര്യം മിൽക്ക്ഷേക്കിനെ അറിയിച്ചതിനെ തുടർന്ന് അയാൾ ഓടിയെത്തി സ്പീക്കർ കണക്ഷൻ വിച്ഛേദിക്കുന്നു. ഇതെല്ലാം നിന്റെ പ്രശസ്തിയുടെ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതാണെന്നെല്ലാം ആരോപിച്ചുകൊണ്ട് മിൽക്ഷിക് മാർക്കിനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നാൽ തനിക്ക് തന്റെ കൂട്ടരുമായിട്ട് വീണ്ടും ജോലി ചെയ്യാനാണ് താല്പര്യപ്പെടുന്നതെന്നും ഒരുമിച്ച് ലൂമിനോട് സേവിക്കാൻ തയ്യാറാണെന്നും മാർക്ക് പറയുന്നു. മിൽക്ഷിക് നേരെ വന്ന് ഒരു ലിഫ്റ്റ് തുറന്ന് അതിലേക്ക് കയറാൻ പറയുകയാണ്. ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണെന്ന് മാർക്കും. എന്നാലും നിങ്ങൾ എന്താ അവരെ തിരിച്ചു കൊണ്ടുവരാത്തത് എന്ന് ചോദിച്ച് ലിഫ്റ്റിലേക്ക് കയറുന്നതും മാർക്കിനെ നോക്കി മിൽക്ഷിക് ഗുഡ് ബൈ എന്ന് പറയുന്നു. അങ്ങനെ ലിഫ്റ്റ് അടയുന്നതും ഇനി മാർക്കിന് മയക്കം വന്നിട്ട് വീണ്ടും ഉണർന്ന് ലിഫ്റ്റ് തുറക്കുമ്പോൾ അതേ ഫ്ലോർ, എന്നാൽ വ്യത്യസ്തമായൊരു പെയിന്റിങ്ങും. അവിടെ ഇറങ്ങി വന്ന് ചുറ്റുപാട് നോക്കുന്നതിന് പിന്നാലെ ഡിലാനും ലിഫ്റ്റിൽ അവിടേക്ക് എത്തുന്നു. മാർക്കിനെ കണ്ടവിടെ അത് വർക്കായോ എന്ന് ചോദിക്കുന്നു. ഓവർ ടൈം കണ്ടിജൻസി അത് വർക്കായെന്നും ഇപ്പോൾ 5 മാസം കഴിഞ്ഞിരിക്കുന്നു. മാക്രോ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ പുതിയ ജോലിക്കാരാണെന്നും കൊബേലിന് പകരം ഇപ്പോൾ മിൽക്ഷിക്കാണ് മാനേജർ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് പിറകെ ഇർവിങ്ങും അവിടേക്ക് എത്തുന്നു, ബർട്ട് എന്ന് എല്ലാവരും വിളിച്ചുകൊണ്ട്. അധികം വൈകാതെ തന്നെ ഹെല്ലിയും എത്തുന്നതോടെ എല്ലാവരും വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. കമ്പനി ഒറ്റുകൊടുത്തവർക്ക് ലൂമൻ മാപ്പ് നൽകിയെന്ന സംശയം ഡിലാന്. തുടർന്നവർ 4 കൂട്ടരും മാക്രോ ഡിപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ അവിടം കാലി. പുതിയ ജോലിക്കാരെ മാറ്റിയെന്ന് കാണുന്ന മാർക്കിനോട് എന്താണെന്ന് ഓവർ ടൈം കണ്ടിജൻസി ആക്റ്റീവ് ആയപ്പോൾ സംഭവിച്ചതെന്നറിയാൻ തത്രപ്പെടുകയാണ് ഡിലാൻ. ഇർവിങ് നേരെ ബാത്റൂമിൽ കയറി നിൽപ്പാണ്. കാരണം അയാൾക്കുള്ളിൽ ഒരു നഷ്ടബോധം അലയടിക്കുന്നു ബർട്ടിന്റെ. എല്ലാവരും ഒരുമിച്ച് ഓടി നിൽക്കുമ്പോൾ ഹ്വാങ് എത്തി സ്വയം പരിചയപ്പെടുത്തി ടീമിനെ വിളിച്ച് ബ്രേക്ക് റൂമിലേക്ക് വിളിച്ചിരിക്കുന്നതായി പറഞ്ഞവരെ അങ്ങോട്ടേക്ക് നയിക്കുന്നു. ബ്രേക്ക് റൂം എന്നാൽ ജോലിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നടന്നാൽ കൊണ്ടുപോകുന്ന ഒരു ശിക്ഷാമുറി. അവിടെ ചെയ്യിക്കുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ക്ഷമ ചോദിക്കുന്നതായി പറയിപ്പിക്കുക. എന്നാൽ അവിടെ ലൈ ഡിറ്റക്ടർ പോലൊരു സംവിധാനമുണ്ട്. ക്ഷമ പറയുന്നത് ഉള്ളിൽ തട്ടി വികാരത്തോടെയാണെന്ന് ആ ഡിറ്റക്ടർ റീഡ് ചെയ്യുന്നതുവരെ മാപ്പ് പറച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും. 2 ദിവസം വരെ നീണ്ടുപോയ സംഭവമുണ്ട് തുടക്കത്തിൽ ഹെല്ലിയുടെ കാര്യത്തിൽ. ഹ്വാങ്ങിനെ കണ്ട് ഇത്ര കൊച്ചുകുട്ടി എന്തിന് ജോലിക്കെടുത്തു എന്നെല്ലാം പരസ്പരം പറഞ്ഞുകൊണ്ട് ഒടുവിൽ മിൽക്ഷിക് കിളിച്ച ചിരിയോടെ വരവേൽക്കുന്ന ബ്രേക്ക് റൂമിലേക്ക് കയറി പറ്റുന്നു. ബ്രേക്ക് റൂം ആയതുകൊണ്ട് തന്നെ എല്ലാവരിലും ഒരു ഭയമുണ്ട്. ഒരു പ്രൊജക്ടറും കുറച്ച് പോസ്റ്ററും ഒക്കെ അലങ്കരിച്ച രീതിയിൽ ബ്രേക്ക് റൂമിനെ കാണുന്ന മാർക്ക് താൻ മുമ്പ് മേലധികാരികളോട് സ്പീക്കറിൽ സംസാരിച്ചതിന് ഫലമുണ്ടായെന്ന് പറയുന്നത് കേട്ട് ആയിരിക്കും എന്ന് മിൽക്ഷിക് പുച്ഛം കടിച്ചമർത്തി പറഞ്ഞ് ഒരു വീഡിയോ ഇട്ട് കാണിക്കുന്നു. ലൂമൻ ഇൻഡസ്ട്രീസിന്റെ രസകരമായൊരു സ്പെഷ്യൽ വീഡിയോ. 1870 മുതലുള്ള യാത്രയിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ജോലിക്കാരെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയാണ് മെയിൻ പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയിലെ ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള സെവേഡ് എംപ്ലോയീസിനെയും ഘടിപ്പിക്കാത്ത നോൺ സെവേഡ് ജോലിക്കാരെ കുറിച്ചുമൊക്കെ പല കാര്യങ്ങളും പങ്കുവച്ചിട്ട് ഈ കെട്ടിടം സന്തോഷകരമാകാൻ കാരണം ജോലിക്കെതിരെ നിന്ന് പോരാടിയ മാക്രോ ഡിപ്പാർട്ട്മെന്റിലെ 4 പേരാണെന്നും പറഞ്ഞ് അവർ കഴിഞ്ഞ സീസണിൽ ലൂമനെതിരെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അനിമേഷൻ രൂപത്തിൽ കാട്ടുന്നു. മാർക്കും ഹെല്ലിയും തമ്മിലുള്ള ഒരു കിസ് ഉൾപ്പെടെ. അവരിരുവരിലും കഴിഞ്ഞ സീസൺ അവസാനത്തോടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി തുടങ്ങിയിരുന്നു. ഇത് കാണുന്ന സഹജോലിക്കാർക്ക് അത്ഭുതവും. ഈ 4 കൂട്ടരാണ് എന്റെ വെളിച്ചത്തിന് കാരണമെന്നും എന്നെ സൃഷ്ടിച്ച കിയർ ഈഗൻ ഉള്ളിൽ മാക്രോ റിഫൈൻമെന്റ് എന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയതിൽ വലിയ നന്ദിയുണ്ടെന്ന് കാണിച്ച വീഡിയോ തീരുമ്പോൾ എല്ലാവരും സൈലന്റായി തന്നെ ഇരിപ്പാണ്. എന്താണ് ഇതിന്റെ എല്ലാം ഉദ്ദേശമെന്ന് നോക്കാൻ. മിൽക്ഷിക് എത്തി എല്ലാവരെയും ബഹുമാനിക്കുന്നെന്നും ഒരിക്കലും ഇതൊരു ജയിലായി കണക്കാക്കേണ്ട, ജോലി മതിയാക്കാൻ താല്പര്യവുമായി ഔട്ട് എത്തിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇടവും ഉപേക്ഷിക്കാം. ഇപ്പോൾ അതേപ്പറ്റി ആലോചിക്കാതെ നിങ്ങൾ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സന്തോഷിച്ച് പുതിയൊരു തുടക്കത്തിന് തയ്യാറാണോന്നും ചോദിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. ബ്രേക്ക് റൂമിൽ ക്യാമറയും റെക്കോർഡറൊന്നും സ്വകാര്യത മാനിച്ചില്ലെന്നും കൂട്ടിച്ചേർത്തുകൊണ്ട്. എന്നാൽ ഇപ്പറഞ്ഞതിൽ അധികം വിശ്വസിക്കാതെ 4 കൂട്ടരും ആദ്യം തന്നെ അന്ന് നടന്നതിനെക്കുറിച്ച് പതിയെ പങ്കുവയ്ക്കുന്നു. തന്റെ അളിയന്റെ പാർട്ടിയിലായിരുന്നുവെന്നും കൊബേലും തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും വെളിവാക്കി മാർക്ക് തന്റെ ഔട്ടിയുടെ വൈഫ് കേസിയാണെന്നും അവൾ മരിച്ചുപോയെന്ന് ചൊല്ലിയിരിക്കുകയാണ് അവിടെ എല്ലാവരുമെന്നും പറയുന്നു. അവളപ്പോൾ ഇവിടെയുണ്ടെന്ന് ഇർവിങ് പറയുന്നതും മാർക്ക് അവൾ നീക്കം ചെയ്യപ്പെട്ടതായി പറയുന്നു. വെൽനസ് സെന്ററിൽ നിന്നും കേസിയെ കൊബേൽ ഫയർ ചെയ്തതായി അവൾ മാർക്കിനോടത്തുള്ള ഒരു ലാസ്റ്റ് സെഷനിൽ പറയുന്നുണ്ട് കഴിഞ്ഞ സീസന്റെ ഒടുക്കം. അതിനുശേഷമാണ് ഇനി പുറത്തെത്തുന്ന സംഭവമൊക്കെ നടക്കുന്നത്. ഹെല്ലി ആകട്ടെ താൻ ഒരു ബോറിംഗ് അപ്പാർട്ട്മെന്റിൽ TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നുവെന്നും ഇനി ഉണർന്നതോടെ പുറത്തേക്കോടി അവിടെ കണ്ടൊരു തോട്ടക്കാരനോട് പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഹെല്ലി കളവ് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, താൻ ലൂമന്റെ ഫൗണ്ടർ പരമ്പരയിലുള്ളതാണെന്ന് അവരെ അറിയിക്കാതിരിക്കാനാണ്. ഇത് നല്ലതിനാണോ ആപത്തിനാണോ എന്ന് വഴി അറിയാം. രാത്രി തോട്ടക്കാരൻ എന്തിന് ജോലി ചെയ്യണമെന്ന് സംശയിക്കുന്ന ഇർവിങ് തന്റെ അനുഭവത്തെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുന്നു. കാരണം കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്താതെ അയാൾ നേരെ പോയത് ബർട്ടിനെ കാണാനായിരുന്നല്ലോ. ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നെങ്കിലും ഒടുക്കം അത് നമ്മുടെ ലോകമല്ലെന്ന് മാത്രം മനസ്സിലായി എന്ന വാക്കുകളിൽ ഒതുക്കുന്നു. എന്താണേലും ഞങ്ങളോട് തുറന്നു പറയാൻ നിർബന്ധിക്കുന്നതിലും ഇർവിങ് ഇറങ്ങി പോകുന്നു. പരക്കനായി പോകുന്നതിന് പിറകെ ഡിലൻ താൻ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ മാർക്കും ഹെല്ലിയും കേസിയെപ്പറ്റി സംസാരിക്കുകയാണ്. കേസിയെ തനിക്ക് അങ്ങനെ തരത്തിൽ തോന്നിയിട്ടേ ഇല്ലെന്ന് ഇനിയും മാർക്ക് പറയുന്നെങ്കിലും നിങ്ങളുടെ ഔട്ടി തീർച്ചയായും ആളെ താലികെട്ടിയിട്ടെന്ന് ഹെല്ലിയും. പക്ഷേ ഇവിടെയാണ് ഞാനെന്നും നമ്മളെല്ലാം ഒരുപോലെയല്ല എന്നൊക്കെ ഇനി മാർക്ക് പറയുന്നതിലും നമ്മളൊന്നല്ല, അകത്തും പുറത്തും എന്ന് ഹെല്ലി രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് പറഞ്ഞ ശേഷം കേസി ജീവിച്ചിരിപ്പുള്ള കാര്യം ഔട്ടിയെ അറിയിക്കാനും അവൾക്ക് സംഭവിച്ചതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്നും അതിന് സഹായിക്കാമെന്നും അവൾ മാർക്കിന് വാക്കു കൊടുക്കുന്നു. അപ്പോൾ നീ എന്തായാലും ഇവിടെ തുടരുകയാണല്ലേ എന്ന് മാർക്കും.
അങ്ങനെ ഇരുവരും ലൂമനിൽ നിൽക്കാനുള്ള മനസ്സ് വരുത്തുമ്പോൾ ഇർവിങ്ങിനെ സാവകാശപ്പെടുത്തി ഡിലാൻ ചോദിച്ചറിയുന്നതിൽ നിന്നും ബർട്ടുമായുള്ള റിലേഷൻ മനസ്സിലാക്കുന്നു. അന്ന് അവസരം പാഴാക്കി ബർട്ടിനെ കാണാൻ പോയി അവിടെ മറ്റൊരു പങ്കാളിയെ കണ്ടതിലുള്ള വിഷമം പങ്കുവെച്ച് തനിക്കിനി ഇവിടെ തുടരാൻ താല്പര്യമില്ലെന്നങ്ങനെ പറഞ്ഞു നിൽക്കുന്നെങ്കിലും ഡിലാൻ സമാധാനപ്പെടുത്തുന്നു. നിങ്ങൾ ഇനി ബർട്ടിനെയാണ് ഇഷ്ടപ്പെട്ടതെന്നും ഔട്ടിയെക്കുറിച്ചോർത്ത് പരിവപ്പെടാതിരിക്കാനും ജോലി വിട്ടുപോയാൽ എനിക്ക് നല്ല വിഷമമാവും, പഴയതുപോലെ ഒരിക്കലും നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബർട്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ പറയുക, നിങ്ങളവിടെ നിന്നതെല്ലാം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക എന്നായിരിക്കുമെന്നെല്ലാം പറഞ്ഞ് അയാളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു. ബർട്ടിന്റെ ഒപ്റ്റിക്സ് ആൻഡ് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ഇക്കൂട്ടർ ലൂമന്റെ രഹസ്യങ്ങളെ കണ്ടുപിടിക്കാൻ പ്രവർത്തിച്ചതുമൂലം അയാളെ റിട്ടയർ ആക്കിയത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിരുന്നു. അങ്ങനെ പതിയായഞ്ഞ് ഇർവിങ് താനൊന്ന് വീട്ടിൽ ഉണർന്നപ്പോൾ തന്റെ ഔട്ടി വരച്ച കുറെ ഇരുണ്ട ഹോൾവേയുടെ ചിത്രം കണ്ടതെക്കുറിച്ച് പറഞ്ഞു നിൽക്കുമ്പോൾ ഹോങ് അവിടെത്തി ഡിലാനെ മിൽച്ചിക്കിനടുത്തേക്ക് വിളിച്ചുകൊണ്ടുപോകുന്നു. മിൽച്ചിക്കിനോട് ഡിലാനെ കുറച്ച് ദേഷ്യമൊക്കെയുണ്ട്. കാരണം അന്ന് രാത്രി വീട്ടിൽ വെച്ച് അയാളുടെ ഇന്നി ഉണർത്തിയപ്പോൾ കുട്ടിയെ കണ്ടതുവഴി പിറ്റേന്ന് ഓഫീസിലെത്തി തന്റെ കുടുംബത്തെക്കുറിച്ചും അറ്റ്ലീസ്റ്റ് മകന്റെ പേരെങ്കിലും പറയാൻ പലതവണ ചോദിച്ചിരുന്നു. എന്നാൽ അയാൾ അതിന് തയ്യാറായില്ല. പിന്നെ ആ ചുരുക്കിൽ ചെറിയ കടിപിടിയൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഓഫീസിൽ ഇത്രയും നാളായിട്ടും കൊബേലിന്റെ വെൽക്കം സ്ക്രീൻ മാറാത്തതേക്കുറിച്ച് ആരോടോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിൽച്ചിക്കിനടുത്തേക്ക് ഡിലാനെ എത്തിച്ച് ഹോങ് പോകുമ്പോൾ അയാളെ കണ്ടപ്പോഴേ ഡിലാന്റെ ചോദ്യം തന്റെ തലയ്ക്കടിച്ചതിന് മാപ്പ് പറയാനാണ്. മുൻപ് കൺട്രോൾ റൂമിൽ തലയിലിടിച്ചും കഴുത്തിന് പിടിച്ചു മാറ്റിയൊക്കെയായിരുന്നു ആ ഓപ്ഷൻ മിൽച്ചിക്ക് ഓഫാക്കിയത്. എന്നാൽ മിൽച്ചിക്കാകട്ടെ ഇതിന് റീപ്ലേ ആയി നിങ്ങളുടെ ഭാര്യയുടെ പേര് ഗ്രച്ചൻ എന്നാണെന്നും അവരിത് നിങ്ങളെ അറിയിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നെന്നും പറഞ്ഞ് ഓഫീസിലെ ഒരു ഹിഡൻ ഡോറിലൂടെ സ്റ്റോറേജ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ക്ഷമ ചോദിച്ചുകൊണ്ട് മിൽച്ചിക്ക് ഡിലാനെ കാണിക്കുന്നത് ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ലൂമിന്റെ നവീകരണത്തിലൂടെ വരാൻ പോകുന്ന ഒരു ഔട്ടി ഫാമിലി വിസിറ്റ് റൂമിന്റെ ബ്ലൂ പ്രിന്റ്. ഇന്നീസിന് തന്റെ യഥാർത്ഥ ഫാമിലിസെ കാണാൻ അവസരമുണ്ടാക്കുന്ന ഒരു മുറി. ഇത് കണ്ടൊരു പ്രസന്നതയൊക്കെ മുഖത്ത് വന്ന് നിൽക്കുന്ന ഡിലാനോട് മറ്റൊരു കാര്യം കൂടി, കൊളീഗ്സ് ഇക്കാര്യം അറിയരുത്, കാരണം അവരെല്ലാം നിലവിൽ സിംഗിൾസ് ആണ്. അതുകൊണ്ട് അവർക്കിതിൽ നിങ്ങളോടൊരു നീരസമുണ്ടായേക്കാം. നമ്മൾ രണ്ടുപേരും മാത്രം ഇക്കാര്യം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ഡിലാനെ പറഞ്ഞു വിടുമ്പോൾ ഹോങ് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് മറ്റെന്തോ കാര്യമാണ്. നമ്പേഴ്സിന് പകരം സർക്കിൾസ് വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നു, ഒരു ഗെയിം പോലെ. ഡിലാൻ പോയതിന് പിറകെ മിൽച്ചി കഥ അടച്ചത് കണ്ട് ഹോങ് കളിപ്പാട്ടമെടുത്ത് കളിക്കുമ്പോൾ ഇന്നേരം മാക്രോ ഡിപ്പാർട്ട്മെന്റിൽ ടീമെല്ലാം വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. ന്യൂ സ്റ്റാർട്ട്. പഴയ പോലെ പുഞ്ചിരിയോടെ എല്ലാവരും ജോലിയിലേക്ക് കടക്കുന്നു. ആ കപട പുഞ്ചിരിക്ക് പിന്നിൽ എന്നാൽ കേസിയെക്കുറിച്ചുള്ള ആലോചനയിൽ മാർക്കും.